നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിലവിലെ താമസ നിയമം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. വിദേശ തൊഴിലാളികളുടെ റെസിഡൻസി പെർമിറ്റുകളുടെ സാധുത 5 വർഷമായി പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മന്ത്രിസഭ ഉടൻ പരിഗണിച്ചേക്കാം എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ തൊഴിലാളികളുടെ റെസിഡൻസി പെർമിറ്റുകളുടെ സാധുത 5 വർഷമായി പരിമിതപ്പെടുത്തുകയാണ് പ്രധാന നിർദ്ദേശം. മന്ത്രിസഭയുടെ അനുമതിക്ക് ശേഷം ദേശീയ അസംബ്ലിയുടെ അംഗീകാരത്തിനായി കരട് നിർദ്ദേശം ദേശീയ അസംബ്ലിക്ക് മുൻപിൽ വയ്ക്കും. ഒക്ടോബർ അവസാനത്തോടെ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും എന്ന് റിപ്പോർട്ടുണ്ട്. രാജ്യത്തെ സ്വദേശി വിദേശി അസന്തുലിതാവസ്ഥ പരിഗണിച്ചാണ് പുതിയ നീക്കം. പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കുന്നതിലൂടെ രാജ്യത്തെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വ്യക്തമാക്കി. റെസിഡന്റ് പെർമിറ്റ് കാലാവധി 5 വർഷമായി നിജപ്പെടുത്തുന്നതിന് പാർലമെന്റ് അനുമതി ലഭിച്ചാൽ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകും. ഇഖാമ ട്രേഡിംഗ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബില്ലിലെ മിക്ക ചട്ടങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിൽ സമൂലമായ മാറ്റം വരുത്തിയിരുന്നു. ഫത്വ, നിയമനിർമ്മാണ വകുപ്പ്, ആഭ്യന്തര മന്ത്രാലയത്തിലെ നിയമകാര്യ വകുപ്പ്, സിവിൽ സർവീസ് കമ്മീഷൻ, കുവൈറ്റ് സർവകലാശാലയിലെ കുവൈറ്റ് നിയമജ്ഞർ, ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് നിയമം വീണ്ടും അവലോകനം ചെയ്തത്. നിയമം പാസ്സായാൽ ഒരു പ്രവാസിക്ക് 5 വർഷത്തിൽ കൂടാത്ത താമസാനുമതിയാകും നൽകുക. അതേസമയം വിദേശ നിക്ഷേപകർക്ക് 15 വർഷത്തെ താമസരേഖ അനുവദിക്കും. നിക്ഷേപകർക്ക് ഫീസ് ചുമത്തുകയും ചെയ്യും. സ്വദേശികളായ സ്ത്രീകൾക്ക് വിദേശി ഭർത്താവിൽ ജനിച്ച മക്കൾക്ക് 10 വർഷത്തെ താമസരേഖ അനുവദിക്കാനും കരട് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ പുരുഷന്മാർക്ക് വിദേശിയായ ഭാര്യയിൽ ജനിച്ച കുട്ടികൾ 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിൽ നിന്ന് വിട്ടുനിൽക്കാതിരിക്കുകയും കുവൈറ്റിൽ സ്വത്തുമുണ്ടെങ്കിൽ റെസിഡൻസി പെർമിറ്റ് നൽകും. പ്രവാസി ഗാർഹിക തൊഴിലാളികൾ കുവൈറ്റിന് പുറത്തു പോയി 4 മാസത്തിനകം തിരിച്ചെത്തിയില്ല എങ്കിൽ അവരുടെ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കും. വിദേശികൾക്കായുള്ള രാജ്യത്തെ താമസ നിയമം പരിഷ്കരിക്കുമെന്ന് കുവൈറ്റ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2027 പൂർത്തീകരിക്കുന്ന 107 പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തി കുവൈറ്റ് സർക്കാർ ദേശീയ അസംബ്ലിയിൽ സമർപ്പിച്ച 4 വർഷത്തെ കർമ്മ പദ്ധതികളിൽ ഈ ശുപാർശ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന നയത്തിന്റെ ഭാഗമായാണ് നീക്കം. കുവൈറ്റിലെ 45 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 70% വിദേശികളാണ്. സ്വകാര്യ മേഖലയിൽ ജോലി തേടാൻ കുവൈറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കുന്നതിലൂടെ രാജ്യത്തെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരമാകും. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം പുറത്തുവന്നിട്ടില്ല. 2023 ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടെ 10,000-ലധികം പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിട്ടതായി സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ നാടുകടത്തലിനും വർധനയുണ്ടായിട്ടുണ്ട്. മെഡിക്കൽ, വിദ്യാഭ്യാസ മേഖലകളായ സർക്കാർ വകുപ്പുകൾ, അഡ്മിനിസ്ട്രേറ്റീവ്, ടെക്നിക്കൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന 3,000-ലധികം പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നിർദ്ദേശം നടപ്പിലായാൽ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.